നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത്. കൂടാതെ തന്നെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക. അതുപോലെ എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവർ സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് ഒരു കാരണവശാലും കണക്റ്റ് ആവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ടാരോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റീഡിങ്സ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. അത് 100% ഉറപ്പാണ്. നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെ ഹീലാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ നെക്സ്റ്റ് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്തതാകുന്ന പല സിറ്റുവേഷൻസിനെ കുറിച്ചും വളരെ ക്ലാരിഫിക്കേഷനോട് കൂടി നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകുന്ന ഒരു എനർജിയാണ്. അതുപോലെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. ജീവിത പുരോഗതിക്കും ബ്ലോക്കേജുകൾ മാറാനും നെഗറ്റീവ് എനർജികളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവാനും ഒക്കെ തന്നെയാണ് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് കേട്ടോ. അതും വിശ്വാസത്തോടു കൂടിയും വിശ്വാസമുള്ളവർ മാത്രം അത് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഇത്ര ദിവസം മാസം എന്നൊന്നുമില്ല. അത് നിങ്ങളുടെ നിത്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമാക്കി തന്നെ കണ്ട് നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ഒരു ഘട്ടം കടക്കുന്നു, അതായത് രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ എന്തൊക്കെയോ കുറേ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞു, നിങ്ങളുടെ ജീവിത ലൈഫിൻ്റെ ഒരു മധ്യ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് അടുത്ത ഒരു കാര്യമാണ്. അവിടെ നിങ്ങൾ മെച്യൂരിറ്റി ഇല്ലാതെ നിൽക്കരുത് എന്നാണ് ഡിവൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത്രയും നാളും ചിലപ്പോൾ മെച്യൂരിറ്റിയോട് കൂടിയോ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ഒന്നും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ പോയി എങ്കിൽ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. അവിടെ നിങ്ങൾ പക്വത ആർജിക്കണം. കൂടാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക എന്നാണ്. കുറച്ച് എനർജികളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അതായത് ഇമോഷണൽ പരമാകുന്ന ചില സിറ്റുവേഷൻസുകൾ, അതുപോലെ നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ, ഇതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് നിങ്ങൾക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി, നിങ്ങൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യമാണോ നിങ്ങളിലേക്ക് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, അത് നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ടെന്നാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം ചില എനർജികളിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ചില കാര്യങ്ങളെ, ചില വ്യക്തിബന്ധങ്ങളെ, അതായത് നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്റ്റ് ചെയ്ത് വെച്ചിരുന്ന ചില സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ മൂവ് ഓൺ ചെയ്യുന്ന സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന ചില തെറ്റായ സിറ്റുവേഷൻസുകളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്ന ദിവസമാണ് ഇന്ന്. അത് നിങ്ങളുടെ ലൈഫിലൊരു മാറ്റമാണ്. അതും നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും.
ഇത്രയും കാലം എന്തായിരുന്നു, അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്നു മുതൽ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ, ഏറ്റവും പോസിറ്റീവായ ഒരു ഡിവൈൻ എനർജിയെ കണക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ പൂർണ്ണമായും കണക്റ്റഡ് ആവാൻ പോകുന്നു എന്നാണ് കാണുന്നത്. വേണ്ടാത്തതും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാരമായിട്ടിരുന്നതുമായ ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു സക്സസ് ആണ്. റിലേഷൻ എനർജിയിൽ ഒരു വലിയ സക്സസ് വരുന്നുണ്ട്. ഒരു അതായത് എന്താ പറയുക, ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ അധ്വാനത്തിന്, നിങ്ങൾ നൽകിയ ഒരു കഠിന അധ്വാനത്തിന്, നിങ്ങളുടെ ത്യാഗത്തിന്, നിങ്ങളുടെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പിന് ഇന്ന് നിങ്ങൾക്കൊരു വലിയ രീതിയിലുള്ള ഒരു ഇമോഷൻസ് പരമാകുന്ന, അതായത് ഒരു ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി, ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന ഒരു എനർജി, അതായത് ലൈഫ് ലോങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ട് വന്നു ചേരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് കരിയർ പാതയിൽ നിങ്ങൾക്കൊരു ചേഞ്ചിങ് വരുന്നു. നിങ്ങളുടെ പൊസിഷൻ ചേഞ്ചിങ്ങിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങളുടെ മനസ്സിൽ കണ്ടിരുന്നൊരു വിഷൻ, അത് നടപ്പിലാക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്കൊക്കെ ജോലി കയറ്റമാവാം, അല്ലെങ്കിൽ സ്ഥാനമാറ്റമാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം സന്തോഷം നൽകുന്ന, ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസുകൾ ഇന്നത്തെ ദിവസം ഒരുപാട് വ്യക്തികളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ പ്രതീക്ഷിച്ചിരുന്ന ചില ജോബിന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്ന ഒരു കോള് വരുന്നതായിട്ട്, ജോലി സംബന്ധമാകുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആണ്. വിവാഹ യോഗത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനു വേണ്ട ചില കാര്യങ്ങൾ ഓപ്പണിംഗ് ആകുന്നു, ചില പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുന്നു. തടസ്സങ്ങളെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കാത്തിരുന്ന ഒരു ഇമോഷൻസ്, അതായത് നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ചിലപ്പോൾ ഒരു ഹാർഡ് വർക്ക് ചെയ്ത ഒരു ഇമോഷൻസ് പരമാകുന്ന കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. ദ എംബറസ് എനർജിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ, ഒരു എന്താ പറയുക, ഒരു പോസിറ്റിവിറ്റി, അബണ്ടൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ ദിവസം. സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകയും അവിടെയൊക്കെ ഒരു സ്തംഭനാവസ്ഥ, സ്റ്റക്നെസ് ഒക്കെ അനുഭവിച്ച് കുറച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യത്തിൻ്റെ, ഒരു സമ്പൽ സമൃദ്ധിയുടെ ദിവസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എല്ലാ രീതിയിലും, അത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടേതാകുന്ന എല്ലാ രീതികളിലുമുള്ള കാര്യങ്ങളിലേക്കെല്ലാം ഒരു പോസിറ്റിവിറ്റി, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക്, നിങ്ങളുടെ സ്കിൽസ്, കഴിവുകൾക്ക്, നിങ്ങളുടേതാകുന്ന എല്ലാ അബണ്ടൻസിനും ഒരു സക്സസ് വരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങളിൽ തന്നെ ഒരു ഡിവൈൻ്റെ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജി, ഒരു നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു പർപ്പസ്, സോൾ പർപ്പസിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇന്നത്തെ ദിവസം ഒരു പോസിറ്റിവിറ്റിയുടേതും ഒരു അഭിമാനത്തിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളോടൊരു റെസ്പെക്റ്റ് തോന്നുന്ന നിമിഷങ്ങളുടെയൊക്കെ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യങ്ങൾക്കാണെങ്കിലും ഒരു സക്സസ്സിനൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഒരു റെസ്പെക്റ്റിന് ഒരു പാത്രമാവാനൊക്കെ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ദ എംബറർ ആൻഡ് എംബറസ് എനർജിയാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത്. കുടുംബപരമായുള്ള ബന്ധങ്ങൾക്കൊക്കെ ഒരു അടിത്തറ ഉണ്ടാകാൻ പോകുന്നു, ഒരു ദൃഢത ഉണ്ടാവാൻ പോകുന്നു. ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും വിള്ളലൊക്കെ വന്ന് നിന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ചേഞ്ചിങ് ആണ് വരുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലാണെങ്കിലും വളരെ ബോണ്ടോട് കൂടിയുള്ളൊരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫാദർ മദർ എനർജിയുടെയൊക്കെ ഒരു പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ട്. അതായത് ഫാദറും മദറിൻ്റെ എനർജി നിങ്ങളെ വളരെ സഹായിക്കുന്ന ഒരു, അതായത് ഒരു സപ്പോർട്ട് നൽകുന്ന എനർജി ആയിട്ടാണ് കാണുന്നത് കേട്ടോ, ചേർത്ത് നിർത്തുന്ന എനർജി. അതുപോലെ സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ, ചിലപ്പോൾ ഈ പാരമ്പര്യ സ്വത്തുപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള, ഇപ്പം നിങ്ങളുടെ പേരൻസിൻ്റെയൊക്കെ കയ്യിൽ നിന്നാണെങ്കിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോബ്ലംസുകളെല്ലാം
അതിജീവിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ്, പാർട്ട്നേഴ്സിൻ്റെ എനർജിയിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലൊക്കെ വളരെയധികം ഒരു സുതാര്യതയോടുകൂടിയും പോസിറ്റിവിറ്റിയോടുകൂടിയും കടന്നു പോകാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഡിവൈൻ നൽകിയിരിക്കുന്നത്. ദ ഹാങ്ക്ഡ് മാൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഡെവിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട്. അതായത് നിങ്ങൾ സ്വയം വരുത്തി വച്ചിരിക്കുന്ന, നിങ്ങളായിട്ട് ചെന്ന് കയറി നിങ്ങളൊരു ശത്രുവിനെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന്, നിങ്ങളുടേതാകുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങളുടെ ചിന്തകളിൽ നിന്നും നിങ്ങളൊരു ശത്രുവിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഫീലിംഗ് സ്റ്റക്ക് എനർജിയിലാണ്. ഒന്നെങ്കിൽ സാമ്പത്തികം കൊടുക്കൽ വാങ്ങലിൽ നിങ്ങൾക്കൊരു വലിയൊരു ശത്രുതാഭാവം കാലങ്ങളായിട്ട് നിങ്ങളെ പിന്തുടരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു ശത്രുവിനെ നിങ്ങൾ സ്വയം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. സാമ്പത്തികം ഇടപാടിൻ്റെ ഫലമായിട്ടും അതുപോലെ തന്നെ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത്, അതായത് എന്തോ ഒരു റിലേഷൻ എനർജിയെ ബേസ് ചെയ്തും നിങ്ങൾ സ്വയം ചിന്തിക്കാതെ എടുത്ത ചില തീരുമാനങ്ങളുടെ ഫലമായിട്ട് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കുറേ ആളുകളുടെ ലൈഫിൽ നിൽപ്പുണ്ട്. ആ ഒരു എനർജീനെ നിങ്ങൾ ഹീലാക്കി എടുക്കാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടേതാകുന്ന പ്രവൃത്തിയുടെയും കൂടി ഒരു ശ്രദ്ധക്കുറവിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്ന ഒരു ഡബിൾ എനർജിയാണ് കേട്ടോ. ആ ഒരു അഡിക്ഷൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു പവർ ലോസിങ് ചെയ്ത കാര്യത്തിലൊരു പൂർണ്ണത കിട്ടാതെ വന്നതിൻ്റെ ഫലമായിട്ടോ ഒരു ഇരയാക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടും അത് നിങ്ങളുടെ ഒരു വിധിയോടെയാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ശത്രുത അല്ലെങ്കിൽ ആ ഒരു ട്രാപ്പിഡ് എനർജി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബ്ലോക്കേജുകളും ഒരുപാട് നഷ്ടങ്ങളെയും നേരിടേണ്ടി വരിക എന്നൊരു എനർജി നിങ്ങളുടെ ഒരു വിധിയായിട്ടൂടി കാണുന്നുണ്ട്. ഈ ഒരു ശത്രു എന്ന് പറയുന്ന എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ പ്രതിസന്ധികളെ ഇന്ന് തരണം ചെയ്യാൻ പറ്റും കേട്ടോ. ഇന്ന് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ, നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരു ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ഒരു പോസിറ്റീവായൊരു ജഡ്ജ്മെൻറ്റിങ്, അതായത് വളരെ നീതിയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. എന്തെങ്കിലും മധ്യസ്ഥതയോ എന്തെങ്കിലും വ്യക്തികളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു ഇടപാടോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും സ്ട്രോങ് ആയിട്ടും നിങ്ങളുടെ മുന്നിലെ ആ ഒരു വെല്ലുവിളിയെ നിങ്ങൾ അതിജീവിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവരുണ്ട്. ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊരു ആ ഒരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത്, അതുപോലെ പുതിയ എന്തോ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതൊരു ജഡ്ജ്മെൻറ്റാണ്. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ഉറച്ച തീരുമാനമാണ്, ഒരു ഡിസിഷൻ നിങ്ങൾ ഇന്ന് എടുക്കുന്നതെന്നാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് നിങ്ങൾ പോരാടാൻ തീരുമാനിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. അതുപോലെ ചിലരെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസ്റ്റൻസ് ലൈഫിലേക്ക്, ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്, ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പോരാടാൻ ഇറങ്ങുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ആളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത്. ഒരു ചീറ്റിംഗ് എനർജി സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതും നിങ്ങളുടെ ഒരു കാലത്തിൻ്റെ, അതൊരു വിധിയായിട്ട് തന്നെയാണ് കേട്ടോ. അതും നിങ്ങളുടെ ഡെസ്റ്റിനിയിലെ ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു ലോസ് ജീവിതത്തിൽ വന്നിരിക്കുന്നത്. അതായത് ഒരു ട്രാവലിംഗ് എനർജിയെ സംഭവിച്ച ഒരു കരിയർ പാതയെ ബേസ് ചെയ്ത് ഫിനാൻഷ്യൽ ലോസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ വിധിയാണ്. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ട്, ഒരു ലക്ഷറി, ഒരു ഗുഡ് ലക്ക് എനർജി നിങ്ങളുടെ ലൈഫിലുണ്ട്. ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാൻ യോഗമുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ച ഈ ഒരു ലോസ് അതിൻ്റെ 100 ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് നാളെ തിരിച്ചു വരുമെന്നാണ് ഡിവൈൻ പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ നോക്കിക്കൊള്ളുക. സാമ്പത്തികമാകുന്ന പരാജയം, സാമ്പത്തികമാകുന്ന ചീറ്റിങ് നിങ്ങളുടെ ജീവിതത്തിൽ ആരില്ലെങ്കിലും നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ ഇരട്ടി 100 ഇരട്ടി നിങ്ങളെ തേടി വരും സാമ്പത്തികം എന്നത്. കാരണം സാമ്പത്തികം സത്യമാണ്. പണം എന്ന് പറയുന്ന ആ ഒരു എനർജി വളരെയധികം സത്യമായ ഒന്നാണ്. അത് ദൈവികമായതും ഡിവൈൻ എനർജിയോട് കണക്റ്റഡ് ആയതുമായ ഒരു പവറാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് തിരിച്ചു വരുമെന്ന് ചിന്തിക്കുക. നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത ഘട്ടം, അടുത്ത ആ ഒരു സ്റ്റേജ് എന്താണോ അതിലേക്ക് നിങ്ങൾ തിരിയുക എന്നാണ് കാണിച്ച് തന്നിരിക്കുന്നത്. കുറച്ച് ആളുകളെ സംബന്ധിച്ച് കുറച്ച് മെൻ്റൽ ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ജീവിതത്തിൽ ചെറിയൊരു സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ വേണം. ഒരു ഇച്ചിരി മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണണം. അതുപോലെ തന്നെ പ്രതിസന്ധികളെ ഭയപ്പെടാതെ തരണം ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റൊക്കെ കുറേ ആളുകളിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ ഒരു വിശ്വസ്തത, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജി ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ലീഗൽ പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻസിനെയൊക്കെ ഇമോഷണലി കൈകാര്യം ചെയ്യണമെന്ന്, അതായത് ഒരു വൈരാഗ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ വളരെ മോശമാകുന്ന ഒരു എനർജിയോട് കൂടി അല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഇമോഷണൽ മെച്യൂരിറ്റിയോടുകൂടി കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ലീഗൽ പരമാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കാണ് അനുകൂലമായിട്ട് വരുന്നത്. ഒരു സക്സസ് ആണ് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സക്സസ് ആണ്. പരാജയം പ്രതീക്ഷിച്ചെടുത്ത് നിങ്ങൾക്കൊരു വിജയം വന്ന് ചേരാൻ പോകുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചില വിധികൾ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങൾ വളരെ വിശ്വസ്തയോടും സത്യസന്ധതയോടും കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിലേക്ക് സക്സസ് വരുന്നത്. ദ ചാരിയറ്റിൻ്റെ എനർജിയാണ് കേട്ടോ വരുന്നത്. വളരെ സ്ട്രോങ് ആണ് കേട്ടോ. വിൽ പവറിങ് എനർജിയാണ് കേട്ടോ. അതായത് നിങ്ങളൊരു ഫോക്കസ് ചെയ്യുന്ന കാര്യം, നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മേഖലയിൽ, ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ ലൈഫിലൊരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ്. ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ നിങ്ങളൊരു ആക്ഷൻ എടുത്തു, ഒന്നും ചിന്തിക്കാതെ ഒരു ആക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ എനർജി, ഉറക്കം നഷ്ടപ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. അതായത് അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളെ മാനസികമായിട്ടും തകർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ല ആ ഒരു സിറ്റുവേഷൻസിൽ. അത് ഇമോഷണൽ ഒരു വ്യക്തിയെ കണക്ട് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു ഇനിയിപ്പോൾ ഒരു കരിയറിനെ കണക്ട് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് കിട്ടുന്നില്ല. അതിനകത്തൊരു ഭയത്തെയും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ട്രാപ്പഡ് എനർജി പറ്റിയിട്ടും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഏതോ രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ലോസ് ആയിട്ടുണ്ട്. സാമ്പത്തികമാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. എന്താണെങ്കിലും നിങ്ങളൊരു ആൻസൈറ്റി, ഡിപ്രഷൻ എനർജിയിലാണ്. ഉറക്കമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രോബ്ലംസിനോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതലായ മറ്റു ചില പ്രശ്നങ്ങളൂടി നിങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള വ്യക്തികളുമായിട്ട് വളരെ ശക്തമായ ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ കുടുംബത്തിനുള്ളിലാവാം, ഫാമിലി അതുതന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിലാവാം. വളരെ ശക്തമായൊരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾ വരിക്കേണ്ടത് ഇമോഷണൽ ബാലൻസ് ആണ് കേട്ടോ. നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നൽകുന്ന എനർജികളുമായിട്ട് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോകുക. മറ്റ് സാഹചര്യങ്ങളെ ഒന്ന് മാറ്റി നിൽക്കുക, ഒരു ബൗണ്ടറി ഇടുക എന്നാണ് നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത്. നിങ്ങൾ വളരെ ആഴത്തിൽ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങളാണ്. ആ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഇമോഷണൽ ബാലൻസിലേക്ക് വരാനാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതൊരു വ്യക്തി ആയിക്കോട്ടെ, സാഹചര്യമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അതിലേക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് ഇൻവോൾവ് ആകുക എന്നാണ് കാണുന്നത്. പ്രതിസന്ധികളും തടസ്സങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കോൺഫ്ലിക്റ്റുകളും വരുന്നുണ്ട്. അവിടെയെല്ലാം ഇമോഷണലിയാണ് നിങ്ങൾ നേരിടേണ്ടത് കേട്ടോ. എല്ലാ പ്രശ്നങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രോബ്ലംസിനെയെല്ലാം ഒരു ചിരിയോട്, ഒരു പുഞ്ചിരി കൊണ്ട് അവസാനിപ്പിക്കാൻ നോക്കുക. അതായത് ഇമോഷണലി ഒന്ന് സൈലൻ്റ് ആകുക, ഒന്ന് പിന്മാറുക, ഒന്ന് വിട്ടുകൊടുക്കുക. അതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്
നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം, അത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന എസ് എന്നാണ് കേട്ടോ. ഒരു റിയൂണിയൻ എനർജി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എസ് എന്നാണ് ഡിവൈൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് 100% റിയൂണിയൻ എനർജി ഉണ്ട്. റിക്കവറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വീണ്ടെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങൾ വളരെയധികം ഇൻസ്പിറേഷൻ, നിങ്ങൾക്ക് ജീവിക്കണമെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ പാസ്റ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് വീണ്ടെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ടേക്ക് പോയി എങ്കിലും നിങ്ങളുടെ ചില പ്ലാൻ, ഐഡിയാസുകൾ, ഒരു വളരെ പോസിറ്റീവായിട്ട് പെട്ടെന്ന് ആക്ഷൻ എടുക്കേണ്ട ചില കാര്യങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ പിന്നിൽ നിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. ആ സിറ്റുവേഷൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഹോപ്പ് എനർജീനെ നിങ്ങൾ വിട്ടുകളയാതെ അതിനെ വീണ്ടെടുക്കുക. നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തെ നിങ്ങൾ വീണ്ടെടുക്കുക എന്നാണ്, വളരെ എനർജിയോട് കൂടി എടുക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങളെ ഭയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സോട് കൂടി നിങ്ങൾ വിചാരിച്ച പല സ്ഥലത്തും നിങ്ങൾ ഇരയാക്കപ്പെട്ട വ്യക്തികളാണെങ്കിൽ, മാനസിക പിരിമുറുക്കത്തോടു കൂടിയും നമ്മളിപ്പോൾ കണ്ടതുപോലെ എന്തിനേക്കോ പേടിച്ച് നിൽക്കുന്ന വ്യക്തികൾ, ഒന്നും ആക്ഷൻ എടുക്കാനുള്ള ധൈര്യമില്ലാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ്. ഈ സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ പോലും അറിയാതെ ഡിവൈൻ എടുത്തു മാറ്റിക്കളയുമെന്നാണ് നമുക്ക് നൽകുന്നത്. ഗെറ്റ് ടു മോർ ഇൻഫർമേഷൻസ് എന്നാണ് പറയുന്നത്. കൂടുതൽ ഇൻഫർമേഷൻസുകളെ കുറിച്ച് അറിയുക. അതായത് ഒരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറേണ്ട സമയമായി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഒരു ട്രോമാറ്റിക് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു രീതിയിലും നിങ്ങൾക്കൊരു ടൈം ചേഞ്ചിങ് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ വരുത്തുക. അതായത് കുറച്ച് സ്പിരിച്വൽ ആത്മീയതയിലേക്ക് പ്രാർത്ഥന, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ വളരെ നല്ല മോട്ടിവേഷൻസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുകയും കുറച്ചൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് മാറുക. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക. ഒന്ന് ആഴത്തിൽ നിങ്ങൾക്കിടെ ലൈഫിനെ കുറിച്ചായാലും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ ഒരു മാറ്റത്തെക്കുറിച്ചൊക്കെ ഒന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ നൽകിയിരിക്കുന്ന, ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ്. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.